എറണാകുളത്ത് ബസ് യാത്രയ്ക്കിടെ പെൺകുട്ടിക്ക് നേരെ SDPI നേതാവിന്റെ ലൈംഗികാതിക്രമം. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി MK ഷമീർ അറസ്റ്റിലായി. എറണാകുളം കൊടുങ്ങല്ലൂർ ബസ്സിൽ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പെൺകുട്ടി പരാതിപ്പെട്ടതിനെ തുടർന്ന് ബസ് ജീവനക്കാരും സഹയാത്രികരും ചേർന്ന് ഇയാളെ കൊടുങ്ങല്ലൂർ പോലീസിന് കൈമാറുകയായിരുന്നു. ഡാനി പോൾ അതിന്റെ വിശദാംശങ്ങൾ നൽകും. ഡാനി, എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസമാണ് ബസ്സിൽ ഈ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. എറണാകുളത്ത് നിന്ന് കൊടുങ്ങല്ലൂർക്ക് പോകുന്ന കൊടുങ്ങല്ലൂർ ബസ്, ഈ ബസ്സിൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് വെച്ചാണ് ഈ രീതിയിൽ പെൺകുട്ടിയോട് ഇയാൾ അപമര്യാദയായിട്ട് പെരുമാറുന്നതും അതോടൊപ്പം തന്നെ ഇത് പെൺകുട്ടി പരാതി ഉന്നയിക്കുന്നു. ഇതിനെ തുടർന്നാണ് മറ്റ് യാത്രക്കാരടക്കം ഇതിൽ ഇടപെടുകയും ചെയ്യുന്നത്. ഇതിൽ SDPIയുടെ നേതാവാണ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി MK ഷമീറാണ് അറസ്റ്റിലായിരിക്കുന്നത്. പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാളെ കൊടുങ്ങല്ലൂർ പോലീസിന് ഇയാളെ കൈമാറിയിട്ടുണ്ട്. മറ്റ് നിയമ നടപടികളടക്കം തുടരുകയാണ്. ഏതായാലും ബസ്സിൽ ഈ രീതിയിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ, അതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുക എന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെയും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾക്ക് ഇത് യാത്രക്കാരടക്കം പ്രതികരിക്കാതിരുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ അതിന് ഇരയാക്കപ്പെടുന്നവർ മാത്രം ചോദ്യം ചെയ്യപ്പെടുന്നു, മറ്റുള്ളവർ അതിലേക്ക് ഇടപെടാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ ഉയർന്നു വരുന്നൊരു സമയത്താണ് ഇപ്പോൾ പരാതിക്കാരിക്കൊപ്പം ഈ പെൺകുട്ടിക്കൊപ്പം തന്നെ മറ്റ് യാത്രക്കാർ കൂടി അതിലിടപെടുന്നു എന്നത് പറയുന്നത്. അതിൽ അവർ കൂടി ഇടപെട്ടുകൊണ്ട് അവരുടെ കൂടി പ്രതിഷേധവും കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് ബസ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും പരാതി പെൺകുട്ടി രേഖാമൂലം തന്നെ നൽകുകയും ചെയ്തത്. ഇതിനെ തുടർന്നാണ് ഈ കേസിൽ ഇയാൾ അറസ്റ്റിലാകുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും SDPI നേതാവിനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്ത് തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. എൽദോ, ബസ് യാത്രയ്ക്കിടെയാണ് പെൺകുട്ടിക്ക് നേരെ SDPI നേതാവിൻ്റെ ലൈംഗിക അതിക്രമം. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി MK ഷമീറാണ് അറസ്റ്റിലായത്. ഡാനി, മുൻപ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും കേസിലോ എന്തെങ്കിലും പ്രതിയായിട്ടുള്ള ആളാണോ ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ കൂടുതൽ എന്തെങ്കിലും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. കാരണം ഇതിന് സമാനമായ ഒരു സാഹചര്യങ്ങളിൽപ്പെട്ട ഒരാളാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. എന്തോ ഈ കേസിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ ബസ്സിനകത്ത് പലപ്പോഴും ഇത്തരം സ്വകാര്യ ബസ്സുകൾ, മറ്റ് ബസ്സുകളിലായാലും ശരി, വലിയ രീതിയിൽ സ്ത്രീകൾക്ക് നേരെ, പെൺകുട്ടികൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പരാതികൾ വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്നൊരു പരാതി ആലുവയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു KSRTC ബസ്സിനകത്തുണ്ട്. ആ പെൺകുട്ടി പരാതിപ്പെടുകയും പിന്നീട് ആ കുട്ടിയുടെ സഹായത്തിന് വരികയും ചെയ്ത കണ്ടക്ടർ മാത്രമായിരുന്നു സഹായത്തിലേക്ക് എത്തുകയും പിന്തുടർന്ന് പിടിക്കുകയും എല്ലാം തന്നെ ഉണ്ടായത്. നമ്മൾ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇടനേടിയത്. അന്നെല്ലാം തന്നെ ഉയർന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവർ ഈ പരാതിപ്പെടുന്നവരും അതിലിടപെടുന്നവരും അവരെ ഒറ്റയ്ക്കാകുന്നു എന്നതെല്ലാം തന്നെ പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മറ്റുള്ളവരുടെ സഹായം കൂടി ലഭിക്കുന്നു. കുറേ കൂടി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇടപെടേണ്ട ഒരു വിഷയം, ഒരു സാമൂഹ്യമായ രീതിയിൽ തന്നെ ഒരു ഇടപെടൽ ഇതിൽ ആവശ്യമാണ് എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരുന്നു എന്നത് ചില സൂചകമായ ചില കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും അത്തരം വിഷയങ്ങളിൽ ഈ പരാതിപ്പെടുന്നവർ അല്ലെങ്കിൽ ഇതിൽ പറയുന്നവർ അവർ തനിച്ചാകുന്നില്ല എന്നത് ഇതുപോലുള്ള കേസുകളിൽ കുറച്ചെല്ലാം തന്നെ ആശ്വാസം പകരുന്നതും ആത്മവിശ്വാസം നൽകുന്നതുമാണ്. കാരണം ഇത്തരമൊരു അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുക എന്നത് പൊതുനിരത്തിൽ അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നവർ തനിച്ചാകുന്നില്ല എന്നതെല്ലാം തന്നെ ആശ്വാസകരമായ ഒരു കാര്യമായിട്ട് കൂടി ഇതിനൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. ഏതായാലും ഇതിൽ അത്തരം ഈ ചേർത്ത് വയ്ക്കലുകൾ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഈ പരാതിയിൽ അവർക്കൊപ്പം നിൽക്കാൻ മറ്റ് യാത്രക്കാർ കൂടി തയ്യാറാകുന്നു. എറണാകുളം കൊടുങ്ങല്ലൂർ ബസ്സിൽ ആണ് ഈ സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത്. പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ വ്യക്തിക്ക് നേരെയാണ് പരാതി ഉന്നയിക്കുകയും ഒടുവിൽ ബസ് യാത്രക്കാരടക്കം ഇടപെടുകയും ചെയ്യുന്നതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ പരാതിയും തുടർ നടപടികളുമായിട്ട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഇയാളുടെയൊക്കെ വേറെ ഏതെങ്കിലും സമാനമായ സാഹചര്യങ്ങളുണ്ടോ, മറ്റേതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ബസ്സിൽ വെച്ചാൽ ഇത്തരത്തിൽ അതിക്രമം അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. ആ പെൺകുട്ടി അതിന് തയ്യാറായി എന്നുള്ളതും എടുത്തു പറയണം. എന്താണെങ്കിലും ഇനിയും ആവർത്തിക്കപ്പെടാത്ത സാഹചര്യങ്ങളിൽ ബസ്സിൽ ഇത്തരം സാഹചര്യങ്ങൾ പതിവായി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണേണ്ടത്.